കൊലവിളി പ്രസംഗത്തിൽ SKSSF നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ കേസ്. സമസ്ത പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടുമെന്ന പരാമർശത്തിലാണ് മലപ്പുറം പോലീസിന്റെ ഈ നടപടി. അഷ്റഫ് കളത്തിങ്ങൽ എന്നയാളുടെ പരാതിയിലാണ് കേസ്. മുഖദ്ദസ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു വിവാദ പ്രസംഗം. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ ചെയ്തത്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. സത്താർ പന്തല്ലൂരിന് അത്ര ഗുഡ് മോർണിംഗ് അല്ല അല്ലേ? അതേ ഹാഷിമി, നിലവിൽ സത്താർ പന്തല്ലൂരിനെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ മലപ്പുറം മൂന്നിയൂർ സ്വദേശി അഷ്റഫ് കളത്തിങ്ങൽ എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം പോലീസ് IPC 353 വകുപ്പ് പ്രകാരം നിലവിൽ കേസെടുത്തിരിക്കുന്നത്. സത്താർ പന്തല്ലൂർ നടത്തിയത് ഒരു കൊലവിളി പ്രസംഗമായിരുന്നു. SKSFന്റെ മുഖദ്ദസ് സമാപന സമ്മേളനം മലപ്പുറത്ത് നടക്കുന്ന സമയത്ത് SKSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സത്താർ പന്തല്ലൂരിന്റെ വിവാദ പരാമർശം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത്, സമസ്ത പണ്ഡിതരെ പ്രയാസപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവരുടെ കൈവെട്ടാൻ SKSFന്റെ പ്രവർത്തകർ മുന്നോട്ട് വരുമെന്നുള്ളതായിരുന്നു ഈ സത്താർ പന്തല്ലൂരിന്റെ വിവാദ പരാമർശം. തുടർന്ന് വലിയ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ സമസ്തക്കകത്തും പുറത്തുമൊക്കെയായി ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മൂന്നിയൂർ സ്വദേശിയായിട്ടുള്ള ഒരാൾ പരാതി കൊടുക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം പോലീസ് നിലവിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയിലും ലീഗ് അനുകൂലികളായിട്ടുള്ള ഒരു വിഭാഗം കടുത്ത പ്രതിഷേധത്തിലാണ്. കാരണം ഒരു മതപണ്ഡിതന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു പരാമർശമോ പ്രസംഗമോ അല്ല സത്താർ പന്തല്ലൂർ നടത്തിയത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയിലെ ലീഗ് അനുകൂലികളായിട്ടുള്ള പറയുന്നത്. അതോടൊപ്പം തന്നെ സത്താർ പന്തല്ലൂർ അനുകൂലിക്കുന്നത് പറയുന്നത് ഇത് ആലങ്കാരിക പ്രയോഗം മാത്രമായിരുന്നു, അല്ലാതെ നേരിട്ട് കൈവിട്ടു എന്നുള്ള പരാമർശമായിരുന്നില്ല എന്നുള്ളതാണ് അനുകൂലിക്കുന്നവരുടെ വാദം. ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ തന്നെ എന്ത് ആലങ്കാരിക പ്രയോഗമായാലും അത് പറഞ്ഞുകൂടാത്ത വാക്കാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് നല്ല ഒരു കാലത്തും പറഞ്ഞുകൂടാത്ത വാക്കുകളാണ് സത്താർ പന്തല്ലൂർ പറഞ്ഞത്. അത് സമസ്തയുടെ നേതാക്കൾ തന്നെ അതിനെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ കൊണ്ടും കാര്യം നിൽക്കുന്നില്ല. അതൊരു കലാപാഹ്വാനം എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ കേസെടുക്കാവുന്ന വകുപ്പാണ് എന്ന് അപ്പോൾ തന്നെ കേട്ടിരുന്നതാണ്. അതേപോലെ പരാതി ഉണ്ടാകുന്നു, പോലീസ് കേസ് കൊടുക്കുന്നു.